മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് ആവർത്തിച്ച് കാന്തപുരം വിഭാഗം. വഖഫാണെന്ന് തെളിയിക്കാൻ ആധാരവും കോടതി വിധിയും പരിശോധിച്ചാൽ മതിയെന്ന റഹ്മത്തുള്ള സഖാഫി എളമരം. സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിലെ ലേഖനത്തിലാണ് റഹ്മത്തുള്ള ഖാസിമി എളമരത്തിന്റെ പരാമർശം. കൂടുതൽ വിവരങ്ങൾ അനൽക സെയ്ദ് നൽകും. അനൽക, എന്തൊക്കെയാണ് ഈ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്? ുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട പ്രബലമായിട്ടുള്ള രണ്ട് സംഘടനകൾ, അതായത് സമസ്ത EK വിഭാഗവും സമസ്ത AP വിഭാഗവും മുനമ്പ വിഷയത്തിൽ ഇത് വഖഫ് ഭൂമിയാണെന്ന് ആവർത്തിച്ച് മുന്നോട്ട് വരികയാണ്. ഇത് സംബന്ധിച്ച പരാമർശങ്ങൾ ഇരു വിഭാഗങ്ങളുടെ മുഖപത്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നും അതായത് സമസ്ത AP വിഭാഗത്തിന്റെ കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിലാണ് ഇത് സംബന്ധിച്ച ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. വഖഫ് മുനമ്പത്തേത് വഖഫാണ് തെളിയിക്കാൻ അതിന്റെ ആധാരവും കോടതി വിധിയും പരിശോധിച്ചാൽ മതിയെന്നാണ് സമസ്ത കാന്തപുര വിഭാഗ നേതാവ് റഹ്മത്തുള്ള സഖാഫി എളമരം സിറാജ് ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മുമ്പ് സമസ്ത EK വിഭാഗവും സമസ്ത AP വിഭാഗവും അവരുടെ മുഖപത്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരാമർശിച്ചത് പോലെ തന്നെ വഖഫ് ഈ മുനമ്പത്തെ വഖഫ് ഭൂമി കൈവിട്ടു പോയത് ഫറൂഖ് കോളേജ് അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്നൊരു പരാമർശം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു വിഭാഗവും ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ സിറാജിന്റെ ലേഖനത്തിലും ഇത്തരത്തിലൊരു പരാമർശമുണ്ട്. ഫറൂഖ് കോളേജ് അധികൃതരുടെ വഴിവിട്ട ഇടപാടുകൾ പരിശോധിക്കണമെന്നും സിറാജ് പത്രത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ഈ മുനമ്പത്തെ അവിടെയുള്ള മുനമ്പത്തെ തട്ടിപ്പുകാരിൽ നിന്ന് ഭൂമി വാങ്ങിയ മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടെന്നും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കേണ്ടത് സർക്കാരാണെന്നുമുള്ള ഒരു വാദം ഈ സിറാജ് മുഖപത്രത്തിലുണ്ട്. കൂടാതെ ഇതിൽ ഭീഷണികൾക്ക് വഴങ്ങി താൽക്കാലിക പരിഹാരത്തിന് ശ്രമിക്കുന്ന ദുരന്തം ദൂരവ്യാപകമായിരിക്കും എന്നൊരു നിലപാടും കൂടി സമസ്ത AP വിഭാഗം ഉന്നയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുനമ്പം വിഷയത്തിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടിരുന്നു. കാരണം നവംബർ 1 കോഴിക്കോട് വെച്ച് ചേർന്ന മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരാണ് ഈ വിഷയത്തിനകത്ത് ഇത് പ്രശ്നപരിഹാരത്തിനുള്ള നിലപാട് സ്വീകരിക്കേണ്ടെന്നൊരു സ്റ്റാൻഡ് മുസ്ലിം സംഘടനകൾ എടുത്തിരുന്നു. അതിനുശേഷം ഈ സമസ്ത EK വിഭാഗവും സമസ്ത കാന്തപുരം വിഭാഗവും ഇതിൽ നിന്ന് വിഭിന്നമായി നിലപാടുകൾ തുറന്നു പറയുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സമസ്ത EK വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മുസ്തഫ മുണ്ടുപാറ മുൻപത്തേത് വഖഫ് ഭൂമിയല്ലെന്ന പരാമർശം സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം സമസ്ത കാന്തപുരം വിഭാഗവും ഈ വാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. OM തരുവണ എഴുതിയിട്ടുള്ള ലേഖനത്തിലൂടെ സമസ്ത കാന്തപുരം വിഭാഗം ഈ വഖഫ് ഭൂമി തിരിച്ചു പിടിക്കണമെന്നൊരു പരാമർശം അവരുടെ ലേഖനത്തിലൂടെ ഉയർത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്നത്തെ സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രത്തിൽ റഹ്മത്തുള്ള സഖാഫി എളമരവും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നും ഇതിൽ അതായത് ഭൂമാഫിയകളോട് ഒരു തരത്തിലുള്ള ഔദാര്യം കാണിക്കേണ്ടതില്ലെന്നും ഒരു വാദം കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൽ പറയുന്നത്. സംഗീത. ശരി അനിൽക്ക.